നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനെ ആരോ തല്ലിയത് പോലീസുകാരാണോ? അച്ഛന്റെ മുഖത്തൊക്കെ അടിയേറ്റ് തീർത്ത പാടുകളുണ്ട്. നിങ്ങളൊക്കെ ഇത്ര മനുഷ്യപ്പറ്റില്ലാത്തവരാണോ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്തിനാ? കൊച്ചെ, മര്യാദയ്ക്ക് നിന്റെ അച്ഛനെ കണ്ടേച്ച് പൊയ്ക്കോണം. ജയിലിൽ കയറി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിന്നാലേ കളി മാറും കേട്ടോ. ഇവരൊക്കെ നല്ല മനുഷ്യരാ. എന്നെ ഇവിടെ ആരും തല്ലിയിട്ടില്ല. ഇത് ഞാനൊന്നും വീണതാ. അച്ഛൻ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ കള്ളം പറയുന്നത്. അതൊക്കെ പോട്ടെ മോളെ. അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ? അത് അച്ഛാ, അത് പറയാനാ ഞാൻ വന്നത്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്ത് പ്രശ്നം? നിങ്ങളിപ്പോ എവിടെയാ? മാധുരിയുടെ വീട്ടിൽ, എന്റെ മുത്തശ്ശന്റെ വീട്ടിൽ. എനിക്ക് ഇങ്ങനെ ഒരു മുത്തശ്ശനും ഇന്ദ്രജയെ പോലെ നല്ലൊരു വല്യമ്മയുള്ള കാര്യം എന്തുകൊണ്ട് അച്ഛനും മാധുരി എന്നോട് പറഞ്ഞില്ല? മുത്തശ്ശൻ വലിയ ഗൗരവക്കാരനാ. ആ നന്ദിനി എന്ന സ്ത്രീയോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. പക്ഷെ എന്നോട് വളരെ സീരിയസാ. എന്റെ അമ്മ ആ മനുഷ്യനെ ഏൽപ്പിച്ച മുറിവ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അദ്ദേഹം എങ്ങനെ സീരിയസ് ആവാതിരിക്കും? എത്ര നല്ല വല്യമ്മയല്ലേ? ആ, അച്ഛനെ കാണാൻ വല്യമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ? നിന്റെ ദുരന്തകാലം ഇന്ന് ഇവിടെ തുടങ്ങുന്നു. അനുഭവിക്കാൻ നീ തയ്യാറായിട്ടിരുന്നു. അച്ഛനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇന്ദ്രജ ഇവിടെ വന്നിരുന്നു എന്റെ കുഞ്ഞിനറിയാം. അവളുടെ സ്വാധീനം ഉപയോഗിച്ചാണ് അവൾ പോലീസുകാരെ കൊണ്ട് എന്നെ തല്ലിച്ചതച്ചതെന്ന് എന്റെ മോളോട് പറയാൻ നോക്കോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മോളെ, ചിലതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അച്ഛന് പറ്റുന്നില്ല. സമയം കഴിഞ്ഞു. വാ പോവാം. അച്ഛന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം
എനിക്ക് പറയേണ്ടി വരുന്നു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു വിമൻസ് ഹോസ്റ്റലിലേക്ക് മാറുക. എന്തിന്? ഇന്ദ്രജിക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നിരിക്കും. അതൊന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നീ എങ്ങോട്ടും പോകുന്നില്ല. വിമൻസ് ഹോസ്റ്റലിലേക്കൊന്നും ഞാൻ നിന്നെ വിടുകയുമില്ല. മാത്രമല്ല, കാർത്തിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഈ വീട്ടിൽ അവനും ഇന്ദ്രജയ് പോലെ തന്നെ അവകാശമുണ്ട്. മുത്തശ്ശൻ എന്തിനാ വെറുതെ ഇവരെ തടയുന്നത്? ഇവരിവരുടെ വഴിക്ക് പൊക്കോട്ടെ. ഓഹോ, മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? എവിടെ പോയതായിരുന്നു? അല്ല, അത് മുത്തശ്ശ, ഞാനൊന്ന്... എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. നന്ദിനി, ഞാൻ പറയുന്നത് നീ കേക്ക്. നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ അകത്തേക്ക് പോ. ഇല്ല അച്ഛാ, ഞാൻ കാരണം അച്ഛന്റെ മനസ്സമാധാനം കൂടി പോവും. ഞാൻ പൊയ്ക്കോളാം. ചെമ്പകമംഗലത്തേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും നിന്നെ ഞാൻ വിടില്ല. ഇവരെന്റെ അമ്മയെ, അതായത് മുത്തശ്ശന്റെ മകളെ കൊന്ന സ്ത്രീയാണ്. ഇവരിവിടെ നിൽക്കുന്നതിൽ വല്യമ്മ പോലെ തന്നെ എനിക്ക് താല്പര്യമില്ല. അമ്മ മരിച്ച് അച്ഛൻ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോ ആരുമില്ലാതെ പകച്ചു നിന്ന നിന്നെ ഏറ്റെടുത്ത് മകളെപ്പോലെ നോക്കിയതാണോ ഇവൾ ചെയ്ത തെറ്റ്? കുട്ടിക്ക് നന്ദിനി ആരാണെന്നും ഇവൾ എന്ത് ത്യാഗം സഹിച്ച് ജീവിക്കുന്നവളാണെന്നും നിനക്കറിയില്ല. നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കുന്നത് ഇവളാണ്. ഇവളെ അറിയാവുന്നവർക്കെല്ലാം ആ സത്യവും അറിയാം. സ്വന്തം മകള് മരിച്ചത് ഈ സ്ത്രീ കാരണോ? എന്നിട്ടും മുത്തശ്ശൻ ഇവരെ ന്യായീകരിക്കുന്നു. എന്തിനാത്? നന്ദിനി, നിന്റെ മനസ്സറിയാതെ സംസാരിക്കുന്ന പലരുമുണ്ട്. അവരെ നീ വിട്ടുകള. ഇപ്പോ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ അകത്തേക്ക് പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.